നേരെ കോഴിക്കോട്ടേക്കൊന്ന് പോകാം. അവിടെയും ആൾക്കൂട്ട ആക്രമണം റിപ്പോർട്ട് ചെയ്യുകയാണ്. കോഴിക്കോട് ഗുഡ്സ് ഓട്ടോയുടെ ഡ്രൈവറെ ആൾക്കൂട്ടം ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. സൈഡ് കൊടുക്കുന്ന വേളയിൽ ഒരു ബൈക്കുമായി ഇടിക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഓട്ടോ ഡ്രൈവറെ ആൾക്കൂട്ടം മർദ്ദിച്ചിരിക്കുന്നത്. രമ്യ വിവരങ്ങളുമായി ചേരുകയാണ്. രമ്യ, അല്പസമയം മുമ്പ് നമ്മൾ ആലപ്പുഴയിൽ സമാനമായ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ സുധീഷ് ചൂണ്ടിക്കാണിച്ചത് അവിടെയും സമാനമായ രീതിയിൽ വണ്ടികൾ തമ്മിൽ ഒരസീതുമായി ബന്ധപ്പെട്ടാണ് ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ചത്. ഇപ്പോൾ കോഴിക്കോട്ടും അത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയാണല്ലേ? ത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഈ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇത് ഉണ്ടായത് വടകരയിലാണ്. വടകര തിരുവള്ളൂരിലാണ് ഇത്തരത്തിലൊരു ഗുഡ്സ് ഓട്ടോ ബൈക്കിൽ തട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു ആൾക്കൂട്ടം ഒരു യുവാവിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത്. ഈ കൽപ്പകത്തൂർ സ്വദേശിയായിട്ടുള്ള യുവാവിനാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടത്. യുവാവിന് തലയ്ക്കും അതുപോലെ തന്നെ കൈകൾക്കുമെല്ലാം പരിക്കേറ്റിരുന്നു. ഈ വാഹനം ഈ ഗുഡ്സ് ഓട്ടോ ബൈക്കിൽ തട്ടിയപ്പോൾ തന്നെ ഈ യുവാവ് നിരവധി തവണ ക്ഷമാപണം നടത്തുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഞാൻ വാഹനം ശരിയാക്കി തരാം എന്ന് കേണപേക്ഷിച്ചിട്ടും ഈ ആൾക്കൂട്ടം വളരെ ക്രൂരമായി തന്നെ ഈ യുവാവിനെ വളഞ്ഞിട്ടുകൊണ്ട് തല്ലുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെ തുടർന്നാണ് യുവാവ് പരാതി കൊടുക്കുന്നത്. ഇത് ഉണ്ടായത് തിങ്കളാഴ്ച രാത്രി 7:30 കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ യുവാവ് മാനസികമായ പ്രശ്നത്തിൽ ചികിത്സ തേടിയിരുന്ന ആളാണെന്നാണ് ബന്ധുക്കളുടെ പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ വടകര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഗൗതം. ഓക്കെ രമ്യ, എന്തായാലും ആൾക്കൂട്ട ആക്രമണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ. അതിന് തൊട്ട് പിന്നാലെയാണ് കോഴിക്കോട് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ ഈ രീതിയിൽ ആൾക്കൂട്ടം മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. രമ്യ ദാസാണ് വിവരങ്ങളുമായി ചേർത്തത്.